masters of the universe. ഞാൻ ആഡം, ഇറ്റാനിയയുടെ രാജകുമാരൻ, ഗ്രേസ്കൽ കോട്ടയുടെ രഹസ്യങ്ങളെ കാത്തു സൂക്ഷിക്കുന്നു. ഇത് വലിയ ഒന്നിനും പേടിക്കാത്ത എന്റെ സുഹൃത്ത്. അത്ഭുതകരമായ ചില ശക്തികൾ എനിക്കുണ്ടെന്ന് എപ്പോൾ മനസ്സിലായി എന്നാൽ എന്റെ ഈ വാളെടുത്ത് ഈ വാക്ക് ഉച്ചരിച്ചപ്പോഴാണ്. ഗ്രേസ്കൽ കോട്ടയുടെ ശക്തി കൂടി വാ. ബലശാലിയായ രുദ്രൻ പുലിയായി മാറി. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തി കൂടിയ വീരൻ. ഈ രഹസ്യം ഇനി 3 പേർക്ക് മാത്രമേ അറിയാവൂ. അവരും എന്റെ കൂടെ ചേർന്ന് ഗ്രേസ്കൽ രഹസ്യങ്ങളെ കാത്തു സൂക്ഷിക്കുന്നു. ഞങ്ങളെല്ലാവരും ദുഷ്ടശക്തിയുള്ള അസ്ഥികൂടനിൽ നിന്നും ഗ്രേസ്കൽ കോട്ടയെ കാത്തു സൂക്ഷിക്കുന്നു. ഗംഭീരം ഹീമൻ. ഞാൻ പുതുതായി കണ്ടുപിടിച്ച ഈ ഉപകരണം നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. ഇത് ലീലയുടെ പടയാളികൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. ലീല എന്ന് പറയുമ്പോഴാണ് ഓർമ്മ വരുന്നത്, നിങ്ങൾ രണ്ടുപേരും ഇവിടെയുള്ള ഗ്രാമപ്രദേശങ്ങൾ സന്ദർശിക്കാമെന്ന് പറഞ്ഞിരുന്നതല്ലേ? അതെ, മറന്നുപോയി. ഞാൻ വീണ്ടും രാജകുമാരനായി മാറിയേക്കാം. ഞാൻ മഹാറാണിയോട് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. അവര് ഭൂമി എന്ന ഗ്രഹത്തിൽ നിന്നാണ് വന്നതെന്ന് പറയുന്നല്ലോ. ഒരു കാര്യം അറിയാമോ? വനിതകളിൽ ഏറ്റവും പ്രശസ്തിയായത് മഹാറാണിയാണ്. ഭൂമിയിൽ നിന്നും ആകാശത്തിലെ മറ്റു ഗ്രഹത്തിലേക്ക് പ്രവേശിച്ച ആദ്യത്തെ വനിതയാണ്. എനിക്കറിയാം. അതിനേക്കാൾ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാം. ഭൂമിയിൽ നിന്നും ആകാശത്തിലേക്ക് പറക്കാൻ പുരുഷന്മാർക്ക് മാത്രമേ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. അതെ, അന്നൊക്കെ ആണുങ്ങളാണ് കൂടുതൽ ധൈര്യശാലികളെന്ന് തെറ്റിദ്ധരിച്ചു തോന്നുന്നു. നിങ്ങൾ വിചാരിക്കുന്നത് തെറ്റാണ്. ആണുങ്ങളും പെണ്ണുങ്ങളും ധൈര്യത്തിൽ തുല്യരാണ്. യന്ത്രങ്ങൾ അവർ രണ്ടുപേരെക്കാളും ഉയർന്നതാണ്. കിട്ടിയ അവസരം പാഴാക്കിയില്ല. നിന്നെ നീ തന്നെ പോഴ്ത്തുവാണോ? ഞാൻ വെറുതെ പറഞ്ഞതാണ് ലീലെ. മനുഷ്യരില്ലാതെ യന്ത്രങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ ആണും പെണ്ണും. അതിൽ ഒരാളില്ലെങ്കിൽ ഈ ലോകം തന്നെ ഉണ്ടായിട്ടും പ്രയോജനമില്ല. അല്ലേ രാജകുമാര? രാജകുമാര? രാജകുമാര, നീയാണോ വലുത് ഞാനാണോ വലുതെന്ന് ചോദിച്ചിട്ട് ഇപ്പൊ കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങുന്ന കണ്ടില്ലേ? ഹേയ്, എന്തു പറ്റി? ഏതോ ഒന്ന് നമ്മുടെ വാഹനത്തെ തടഞ്ഞിരിക്കുന്നു. ഇതൊരു വകയിൽപ്പെട്ട കണ്ണിൽ കാണാത്ത തടസ്സമാണെന്നാ വിചാരിക്കുന്നത്. അതും ആരുമില്ലാത്ത ഈ സ്ഥലത്തോ? എത്ര ദൂരം ഇതുണ്ടാവും അറിയില്ലല്ലോ. ഇത് കണ്ടുപിടിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. നീ ഈ വശത്തേക്ക് പോ, ഞാൻ ആ വശത്തേക്ക് പോവാം. നിൽക്ക്. ആരെ? എന്നോടോ? ഇവിടെ വേറെ ആരാ ഉള്ളത്? നിന്നെ തന്നെയാണ് വിളിച്ചത്. എന്തിനാണ് ഞങ്ങളുടെ നഗരത്തിൽ ചുറ്റിക്കറങ്ങുന്നത്? എന്ത് നഗരമോ? ഇവിടെ അങ്ങനെയൊന്നുമില്ലല്ലോ. മറുപടി പറയാ. ഇത് നോക്ക്, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതല്ല. ഞാൻ ഇറ്റാനിയയുടെ രാജകുമാരനാണ്. ഞാൻ ഇവിടെ പോരുത്. ആണുങ്ങൾ ഇത്ര ദുർബലരായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ദേ നിൽക്കുന്നു. ആരാണ് നീ? എന്റെ പേര് ലീല. ഞാൻ ഇറ്റാനിയുടെ സേനാധിപതിയാണ്. അല്ല, നീ രഹസ്യം ചോർത്താൻ വന്നവളാണ്. അങ്ങനെയൊന്നും എന്നെ തെറ്റിദ്ധരിക്കില്ലേ. എന്നോട് നീ കള്ളം പറയുന്നു. എവിടെ പോയി? പിടിക്കവളെ. ആയുധമില്ലാത്ത ഒരാളോട് ഇങ്ങനെ ആക്രമിക്കാമോ? എന്താ ഞാൻ ചോദിച്ചതിന് മറുപടി ഒന്നും പറയാൻ നിൽക്കുന്നേ? ഞാൻ ഇതുവരെയും ഇങ്ങനൊരു സാമർഥ്യശാലിയെ കണ്ടിട്ടേയില്ല. ഞാൻ നിങ്ങളെ ഞങ്ങളുടെ നാട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ റാണിയെ കാണണം. ശരി, എന്നാൽ അവരെയും കാണാം. ആട്ടെ,
ഞാൻ നിങ്ങളുടെ നാടിനെ കുറിച്ച് കേട്ടിട്ടേ ഇല്ലല്ലോ. നിങ്ങൾ കണ്ടതുപോലെ ഞങ്ങളുടെ ശക്തിയെ മറികടന്ന് ആർക്കും അകത്തു പ്രവേശിക്കാൻ പറ്റില്ല. ഞങ്ങൾ കാവൽക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ശക്തി കൊണ്ടുള്ള തടസ്സം മാറ്റണം. തറയിലേക്ക് ഇറങ്ങുവാൻ അനുവാദം നൽകിയിരിക്കുന്നു. ഞങ്ങളുടെ നാടിനെ നിങ്ങൾക്ക് ഇനി ഉടനെ കാണാൻ കഴിയും. ആ മലയുടെ അരികിലാണുള്ളത്. ഓ, ഇത്രയും മനോഹരമായ ഒരു നഗരം ഞാൻ കണ്ടിട്ടേയില്ല. ഞങ്ങളുടെ മഹാറാണിയെ ഉടനെ തന്നെ നിങ്ങൾ കാണുന്നതായിരിക്കും. എന്തായാലും ഇതൊരു പുതിയ അനുഭവം തന്നെയാ. കൂടാതെ നിങ്ങളുടെ മഹാരാജാവിനെ എനിക്ക് കാണാൻ കഴിയുമല്ലോ. മഹാരാജാവോ? ഞങ്ങളുടെ രാജ്യത്തിൽ അങ്ങനെ ആരുമില്ല. എന്തിനുണ്ടാവണം? എന്തിനെന്നോ? മഹാറാണി എന്നൊരാളുണ്ടെങ്കിൽ രാജാവും ഉണ്ടാവണ്ടേ? എന്താ പറഞ്ഞേ? ഞങ്ങളുടെ റാണിയോട് ചേർന്ന് ഒരു പുരുഷനും ഭരണം നടത്തണമെന്നോ? ഹോ, അങ്ങനെ ഒരു കഴിവ് ആർക്കുള്ളതായിട്ട് ഞങ്ങൾക്കറിയില്ല. ശരി, അത് മറന്നേക്ക്. നമ്മൾ സ്ഥലത്തെത്തിക്കഴിഞ്ഞു. ഇതാണ് ഞങ്ങളുടെ അരമന. ഞങ്ങളുടെ നാട്ടിലേക്ക് സ്വാഗതം. മഹാറാണിയെ കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ രാജ്യം കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ശരി, നിന്നെ പറ്റി പറയൂ. എന്റെ പേര് ലീലേന്നാണ്. ഞങ്ങളുടെ രാജ്യത്ത് രാജാവിന്റെ പടകൾക്ക് ഞാനാണ് സേനാധിപതി. എന്ത്? നീ സേനാധിപതിയാണെന്നോ? അതെ, ഞങ്ങളുടെ രാജാവ് വളരെ നല്ല ആളാണ്. മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് നഗരം ചുറ്റിക്കണ്ടുകൊണ്ട് സംസാരിക്കാം, അല്ലേ? നിങ്ങളുടെ ഈ നഗരം വളരെ ഗംഭീരമായിരിക്കുന്നു. എന്നാൽ നിങ്ങൾ മറ്റുള്ളവരോട് പെരുമാറുന്നത് മാത്രം ശരിയല്ല. എല്ലാവർക്കും ഞങ്ങളുടെ നഗരം ഇഷ്ടമാണ്. ഇനി നിനക്കിത് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല. മര്യാദയ്ക്കകത്തു പോ. ഒരു ലിഫ്റ്റ് വെച്ചിരിക്കാമായിരുന്നു. ഇങ്ങനെ തള്ളിയിട്ടല്ലോ. ഇതെന്ത് ചെയ്യാനാ? അത് ഇരുമ്പുരുക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയിക്കോളൂ. അവിടെ ഇത് ഉരുക്കി ആവശ്യമുള്ളത് എന്തെങ്കിലും ചെയ്യട്ടെ. മര്യാദയ്ക്ക് എഴുന്നേൽക്കോ. നീ രാജ്യത്തുള്ളവനെ പോലെ തോന്നുന്നില്ല. ആരാണ് നീ? ഞാൻ ഇറ്റാലിയയിലെ രാജകുമാരനാണ്. എന്ത് രാജകുമാരനോ? നീ ഇപ്പോൾ ഇവിടെ ഒരു അടിമയാണ്. അതാദ്യം മനസ്സിലാക്കാൻ ശ്രമിക്ക. ഇവിടെ എല്ലാവരും ഒന്നുപോലെയാണ്. വരൂ എന്റെ കൂടെ. ഇതാണ് ഞങ്ങളുടെ രാജ്യം. എപ്പോഴും ശാന്തമായിരിക്കുന്ന ഒരു സ്ഥലം. നിനക്ക് ഇഷ്ടപ്പെട്ടോ? എന്നെ കൊണ്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതൊക്കെ എങ്ങനെയാ ഉണ്ടാക്കിയെടുത്തത്? ഞങ്ങളുടെ ശക്തി തടസ്സം ആരെയും അകത്തേക്ക് പ്രവേശിക്കാതെ തടയുന്നു. അങ്ങനെ ഒരു തടസ്സം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ധാരാളം വൈദ്യുതി ആവശ്യം വരുമല്ലോ. എവിടുന്നാ അത് കിട്ടുന്നത്? ഓർക്കലേറ്റ് എന്ന വസ്തുവിൽ നിന്നാണ് അത് കിട്ടുന്നത്. അത് ഈ സ്ഥലത്ത് ധാരാളമുണ്ട്. അതിന് കഠിന പ്രയത്നം ആവശ്യമാണല്ലോ. ആരാണ് അതിന്റെ ചുമതല നോക്കുന്നത്? ആരാണെന്നോ? അടിമകളായി കഴിയുന്ന ആണുങ്ങൾ തന്നെ. അവരെ കൊണ്ടേ ഇതുപോലത്തെ ജോലികളൊക്കെ ചെയ്യാൻ പറ്റൂ. നമ്മളാണ് ഭരണം നടത്താൻ അർഹതയുള്ളവർ. അതുകൊണ്ട് ആണുങ്ങളെക്കാൾ പെണ്ണുങ്ങളാണ് ഉയർന്നവർ. അതുകൊണ്ടാണ് ഞങ്ങളുടെ രാജ്യത്ത് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ശാന്തമായിരിക്കുന്നത്. എന്ത് വിചിത്രമായിരിക്കുന്നു. ഒരു പോരാട്ടവും ഇല്ല, പ്രശ്നങ്ങളും ഇല്ല, സ്നേഹം പോലും ഇല്ലാത്ത ഒരു രാജ്യമോ? ഇന്നാ ഇത് പിടിക്ക. എന്താണിത്? ഇത് മാന്തുന്ന ഉപകരണമാണ്. അല്ല, എന്താണിതൊക്കെ? നീ ആരാണെന്ന് ആദ്യം പറയേ. എന്റെ പേര് അനന്തൻ. ഇപ്പോൾ ഈ സ്ഥലം എന്റെ നിയന്ത്രണത്തിലാണ്. ഇതാണ് ആർക്കലി തുരങ്കം. ഞങ്ങളുടെ നാട്ടിലെ ഫോഴ്സ് കമ്പനി ഇതാണ് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. ഞങ്ങൾക്ക് ധാരാളം ഇന്ധനം ആവശ്യമുണ്ട്. ഉടനെ ജോലി ആരംഭിക്കോ. ആരെയും അടിമകളാക്കി ജോലി ചെയ്യുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. എന്ത്? അടിമയായിട്ട് ജോലി ചെയ്യില്ലെന്നോ? ഇവിടെ ധാരാളം കുഴികളുണ്ട്. അവിടെ ഒരുപാട് അടിമകൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീയും ജോലി ചെയ്തേ പറ്റൂ. ഒരു പുരുഷനും ഈ രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ അനുവാദമില്ല, അല്ലേ? അല്ല, അങ്ങനെയല്ല. പുറമേ നിന്ന് കാണുന്നവർക്ക് ഒരുപക്ഷെ ഇത് ക്രൂരമായി തോന്നിയേക്കാം. എന്തായാലും മനസ്സിലാക്കാൻ ശ്രമിച്ചു നോക്കൂ. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പുറം ലോകവുമായി നിങ്ങൾക്ക് യാതൊരു ബന്ധവും ഇല്ലാത്തതുകൊണ്ട് മനുഷ്യ സ്നേഹം എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. മഹാറാണി, എന്തു പറയാനാണ് വന്നിരിക്കുന്നത്? പറഞ്ഞോളൂ. തുരങ്കത്തിൽ പ്രശ്നങ്ങളുണ്ട്. ഏതോ ഇറ്റാലിയയുടെ രാജകുമാരനാണത്രേ. അവനാണ് പ്രശ്നക്കാരൻ. രാജകുമാരനോ? അദ്ദേഹം എവിടെ? അദ്ദേഹവും മറ്റുള്ളവരോടൊപ്പം ഉണ്ടാവും.
എന്താ പ്രശ്നം? അവൻ പറയുന്നു തുരങ്കം ഒരുപാട് നമ്മൾ കുഴിച്ചെന്ന്, അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് ആപത്തുണ്ടാകുമെന്ന്. സത്യമാണോ? അവൻ എന്തറിയാം? ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറയുന്നതാണ്. എന്തൊക്കെയായാലും ശരി, അവനെ നോക്കേണ്ട ചുമതല ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. മഹാറാണി, ഈ രാജ്യത്തിന് എന്തോ അപകടം സംഭവിക്കാൻ പോവാണെന്നാ എനിക്ക് തോന്നുന്നത്. ഈ തുരങ്കം കൊണ്ട് ഇവർക്ക് തന്നെ പ്രശ്നം ഉണ്ടാകാൻ പോവുകയാണ്. ഒന്ന് നിൽക്കൂ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. എന്താണ് കാര്യം? പറയോ. ഈ തുരങ്കം കുഴിക്കുന്നത് വളരെ അപകടമാണ്. ഇതിനെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, എന്റെ കൂടെ വന്ന് നോക്കോ. ഇത് കുഴിക്കുന്നതുകൊണ്ട് എപ്പോ വേണമെങ്കിലും ആപത്തുണ്ടാവും, ജീവഹാനി വരെ ഉണ്ടാവും. ഈ തുരങ്കത്തിന് മുകളിൽ എന്താ ഉള്ളത്? ഈ നഗരം തന്നെ ഇതിന്റെ മുകളിലാണ്. അഥവാ ഈ മുകൾ ഭാഗം പൊട്ടിത്തകർന്നാൽ എല്ലാം തന്നെ മൊത്തത്തിൽ നശിക്കും. ഞാൻ എത്രയോ പറഞ്ഞു നോക്കി. ഞാൻ പറയുന്ന താക്കീത് അവർ കേൾക്കുന്നുണ്ട്. എന്നാൽ എന്താണത് പറയൂ. അവർക്കെന്നെ ഇഷ്ടമാണ്, എന്നാലും ഞാൻ പറയുന്നത് സ്വീകരിക്കുന്നില്ല. ഒരുപക്ഷെ നീ പറഞ്ഞാൽ അവർ കേൾക്കുമായിരിക്കും. ഞാൻ പറഞ്ഞ കേൾക്കുമെന്നോ? അതെങ്ങനെയാ? കാരണം നിങ്ങൾ യഥാർത്ഥ രാജകുമാരനാണ്. ഇതും നല്ലൊരു ആശയമായിട്ട് തോന്നുന്നു. ശരി, വാ പോകാം. ഏത് സമയത്തും നിങ്ങളുടെ നഗരത്തിന് ആപത്തുണ്ടാവാൻ സാധ്യതയുണ്ട്. എന്റെ വാൾ എന്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ സഹായകരമായിരുന്നു. ഈ ചവറുകളെല്ലാം ഉരുക്കാനുള്ള സമയമായി. പറ്റില്ല ലീലേ, ഞങ്ങളുടെ രഹസ്യങ്ങളെല്ലാം നീ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നിന്നെ പുറത്തു പോകാൻ അനുവദിക്കില്ല. അവളെ പിടിക്ക്. ഈ വഴി പോയാൽ നിങ്ങൾ തുരങ്കത്തിൽ നിന്ന് വളരെ സുരക്ഷിതമായി പുറത്തേക്ക് പോകാൻ പറ്റും. ആ കാവൽക്കാരൻ എന്റെ വാൾ എങ്ങോട്ട് കൊണ്ടുപോയിരിക്കുമെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഇവിടെ ഇരുമ്പൊരുക്കുന്ന ഒരു ആലയുണ്ട്, അവിടെയായിരിക്കും ചിലപ്പോൾ ആൾക്കാർ എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. അതെങ്ങനെയെങ്കിലും നമുക്ക് തടഞ്ഞേ പറ്റൂ. ആണുങ്ങളെയൊക്കെ എവിടെ അടച്ചു വെച്ചിരിക്കുന്നെന്ന് അറിയില്ലല്ലോ. തുരങ്കത്തെ കുറിച്ച് എന്തോ ആ മഹാറാണി പറഞ്ഞല്ലോ. വേറെ മാർഗം കാണുന്നില്ല, ഈ വഴി തന്നെ അകത്തേക്ക് പോവാം. ഇവിടെ എല്ലാം ഒരുപോലെ ഉണ്ടല്ലോ, എങ്ങോട്ട് പോകണമെന്ന് അറിയില്ലല്ലോ. ഭാഗ്യത്തിന് നിങ്ങൾക്കൊന്നും സംഭവിച്ചില്ല. എനിക്കൊരു കാര്യം അറിയിക്കാനുണ്ട്. ഇവരെ ഇവിടെ തടവിൽ വെച്ചിരിക്കുന്നുണ്ട്. നമ്മുടെ നാടും ഇറ്റാലിയും തമ്മിൽ ഒരു യുദ്ധത്തിന് സാധ്യതയുണ്ട്. ഇറ്റാലിയക്ക് എങ്ങനെ നമ്മുടെ രാജ്യത്തോട് യുദ്ധം ചെയ്യാൻ പറ്റും? നമ്മുടെ ശക്തി തടസ്സത്തെ മറികടന്ന് അവർക്ക് വരാൻ പറ്റില്ല. നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ശക്തി തടസ്സം അധികകാലത്തേക്ക് വരില്ല മഹാറാണി. നീ ഇവിടെ എങ്ങനെ വന്നു? ആണുങ്ങൾക്ക് ഇവിടെ പ്രവേശനമില്ല. എല്ലാ ആർക്ലൈറ്റും നിങ്ങൾ കുഴിച്ചെടുത്തിരിക്കുന്നു. എപ്പോ വേണമെങ്കിലും ഈ നഗരം ഇടിഞ്ഞു വീഴുന്ന അവസ്ഥയിലായിരിക്കുന്നു. സൂക്ഷിക്കണം. എന്താ ഇത്? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? നമ്മുടെ തുരങ്കങ്ങൾ വേണമെങ്കിൽ നമുക്ക് ശരിയാക്കാമായിരുന്നു. പക്ഷേ നീ ഒരാണായതുകൊണ്ട് നിനക്കിത് പറയാനുള്ള അവകാശമില്ല. ആരെവിടെ? ഇവനെ കൊണ്ടുപോകൂ. ഇല്ല, അദ്ദേഹത്തെ വിട്ടയക്കണം. എന്താണ് മനസ്സിലാക്കാത്തത്? നിങ്ങൾ ആപത്തിലാണ്. നിങ്ങൾ ഉടനെ തുരങ്കം കുഴിക്കുന്നത് നിർത്തണം. ഓർക്കലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് തടയാനുള്ള ശക്തിയില്ല. നമ്മുടെ രാജ്യത്തിന് സുരക്ഷിതത്വം ഇല്ല. ആണുങ്ങളെ കുറിച്ച് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ രാജ്യം തന്നെ നശിച്ചു പോവും. അതെന്താ ശബ്ദം? ഇതിനെ കുറിച്ചാണ് രാജകുമാരൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അത് ഇത്ര മോശമായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിങ്ങളുടെ രാജ്യം ആപത്തിലാണ്. ഇതേക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നില്ലല്ലോ.
ഇപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞങ്ങളെ മോചിപ്പിക്കണം. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ രാജ്യത്തെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ ശ്രമിക്കാം. ഈ വാള് കൊള്ളാമല്ലോ. പക്ഷേ ഇപ്പോൾ വാളിനേക്കാളും ലോഹമാണ് നമുക്ക് അത്യാവശ്യമായി വേണ്ടത്. നിങ്ങളുടെ രാജ്യത്തിലെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നിച്ചു നേരിട്ടാലേ ഈ രാജ്യത്തെ അപകടത്തിൽ നിന്നും രക്ഷിക്കാൻ കഴിയൂ. അത് പ്രയാസമാണ് ലീലേ. സ്ത്രീകൾക്ക് അതിനെ നേരിടാനുള്ള കരുത്തില്ല. വേറൊരു മാർഗവും ഇല്ല. ദയവേത് ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കി പ്രവർത്തിക്കൂ. ശരി, ഞാൻ ആജ്ഞയിടാം. എന്റെ വാൾ ഇരുമ്പുരുക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയിരിക്കുമെന്ന് പറഞ്ഞല്ലോ. ഞാൻ അന്വേഷിക്കുന്ന സ്ഥലം അത് തന്നെ ആയിരിക്കണം. നിങ്ങളോട് ചേർന്ന് ജോലി ചെയ്യുന്നതിലും ഒരു രസമുണ്ട്. ഇത് ഉരുകിയില്ലേ? മര്യാദയ്ക്ക് ആ വാളന്റെ കയ്യിൽ തരൂ. വീരമിത്രന്റെ പുതിയ ആയുധം ഇപ്പോൾ നമ്മൾക്ക് ഉപകരിക്കും. ബാഹ്യം ഗ്രേസ്കൽ കോട്ടയുടെ ശക്തി. എന്നുള്ളിൽ ഒതുങ്ങും ആ ശക്തി കൂടി വാ. അതിപ്പോ തകർന്നു വീഴും. വേറെ എന്തെങ്കിലും ചെയ്യണം. എനിക്കൊരാശയം തോന്നുന്നു. ഹീ-മാൻ. എല്ലാരോടും പുറത്തു പോകാൻ പറയൂ. എന്നെ കൊണ്ട് ഈ നഗരം രക്ഷിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. ഇവനെ കൊണ്ട് ഒറ്റയ്ക്ക് അത് ചെയ്യാൻ സാധിക്കുമോ? അദ്ദേഹം ഒരു മഹാവീരനാണ്. എല്ലാവരും ഇവിടെ നിന്നും പുറത്തു പോകാൻ പറയൂ. ഈ വഴിയെ പോയാൽ ഭൂമിയുടെ അടിത്തളത്തിലേക്ക് ചെല്ലാം. അഗ്നിപർവ്വതത്തിന്റെ ലാവ ഭൂമിയുടെ അടിയിൽ ഒഴുകുന്നുണ്ട്. ഇത് മതി. ഈ ലാവ കുറച്ചു നേരത്തിനുള്ളിൽ ഈ തുരങ്കം മുഴുവനാകും. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ പറ്റൂ. ഗംഭീരം. തുരങ്കത്തിൽ ലാവ നിറഞ്ഞ ഉടനെ ആർക്കലൈറ്റ് കല്ലുകൾ അതിനെ ദൃഢമാക്കി നഗരത്തെ താങ്ങി നിർത്തും. ഓർക്കേഡ് രാജ്യത്തിലെ ജനങ്ങളെ, നമുക്ക് ലീലയ്ക്കും ഹീമാനും നന്ദി പറയണം. അവരെ കൊണ്ടാണ് നമുക്ക് ബുദ്ധി കിട്ടിയത്. ഇന്നു മുതൽ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നിച്ചു ജോലി ചെയ്യും. ആർക്കലൈറ്റ് ഇപ്പോൾ കുറവായതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്ന ശക്തി ഇപ്പോൾ പ്രവർത്തിക്കില്ല. അതുകൊണ്ട് പരസ്പരം സഹായിച്ച് ജീവിക്കണം. ഇന്നു മുതൽ നാം എല്ലാവരും ഒരുമയോടെ ജീവിക്കണം. ഇനി ഇവിടെ ആൺ പെൺ ഭേദമില്ല. നാം എല്ലാവരും ആർക്കേഡിയൻസ് ആണ്. ഈ സന്തോഷകരമായ സന്ദർഭത്തിൽ ഞാൻ ഒരു കാര്യം കൂടി അറിയിക്കുന്നു. ആണുങ്ങളിൽ ബുദ്ധിയും കഴിവുമുള്ള അനന്ത ഭരണകാര്യങ്ങളിൽ എന്നെ സഹായിക്കുന്നതായിരിക്കും. ഈ രാജ്യത്തിന്റെ ഭരണം ഏറ്റെടുക്കാൻ തയ്യാറാണോ? തീർച്ചയായും. ഇത് എന്റെ ഒരു കടമയാണ്. എന്നാൽ നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു പോകാം. ആ രാജ്യത്ത് ആണുങ്ങൾക്ക് സ്വാതന്ത്ര്യം ഇല്ലായിരുന്നത് കഷ്ടം തന്നെയായിരുന്നു അല്ലേ? അതൊരു തെറ്റായ കാര്യമാണ്. എന്തിനാ ഇങ്ങനെ ആണാണോ വലുത് പെണ്ണാണോ വലുത് നോക്കുന്നത്?
ആണുങ്ങളും പെണ്ണുങ്ങളും തുല്യരാണ്. യന്ത്രങ്ങൾ അവർ രണ്ടുപേരെക്കാളും ഉയർന്നതാണ്. നീ അസൂയ കൊണ്ട് പറയുക. എന്തൊക്കെയാണേലും ആണിനും പെണ്ണിനും ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇതില് രാജകുമാരന്റെ അഭിപ്രായം എന്താ? അതെ, തീർച്ചയായിട്ടും അഭിപ്രായ വ്യത്യാസം ഉണ്ട്. അതിനെന്താ ഇപ്പോ? അതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ഏയ് മതി മതി, അടിപിടി കൂടണ്ട. അല്ല, നീ എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഉറങ്ങാൻ സമ്മതിക്കുന്നില്ലല്ലോ. മായൻ, ഇത്രയും നേരം വണ്ടിക്കകത്താണോ കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത്? അതെ, എങ്കിലും നടന്നതൊക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. കുറെ കാലങ്ങൾക്ക് മുമ്പ് ഒരു സംഭവം നടന്നതായിട്ട് പറയപ്പെടുന്നു. അതൊരു സമുദായത്തിന്റെ പുരോഗമനത്തിന് വേണ്ടിയായിരുന്നു. എല്ലാരും ഒന്നാണെന്ന് അപ്പോഴാണ് എല്ലാരും മനസ്സിലാക്കാൻ തുടങ്ങിയത്. ഇതിനൊക്കെ ഇപ്പോൾ നിയമം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ചിലരൊക്കെ മറ്റുള്ളവരെ അടിമകളായിട്ടാണ് കാണുന്നത്. അവസാനം മഹാറാണി എല്ലാവരും ഒന്നിച്ച് നേരിട്ടാലേ ഈ രാജ്യത്തെ രക്ഷിക്കാൻ പറ്റുമെന്നുള്ള കാര്യം മനസ്സിലാക്കി. എല്ലാവരും എപ്പോഴും ഒന്നിച്ചു ചേർന്നിരിക്കുന്നതാണ് നല്ലത്. ശരിയല്ലേ ഹീമാൻ? അതെ.